പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 37-ാം ദിവസം. ഒബാദിയ പ്രവാചകന്റെ ഗ്രന്ഥം 1-ാം അധ്യായം 17 19 മുതൽ 21 വരെയും ഉള്ള തിരുവചനങ്ങൾ. എന്നാൽ സിയോൻ മലയിൽ രക്ഷ പ്രാപിച്ച കുറെ പേർ ഉണ്ടായിരിക്കും. അവിടം വിശുദ്ധമായിരിക്കും. യാക്കോബിന്റെ ഭവനം തങ്ങളുടെ വസ്തുവകകൾ വീണ്ടെടുക്കും. നെഗബിലുള്ളവർ ഏസാവ് മലയും ഷെഫേലായിലുള്ളവർ ഫിലിസ്ത്യരുടെ ദേശവും കൈവശമാക്കും. അവർ എഫ്രായിമിന്റെയും സമരിയായുടെയും ദേശം കൈവശപ്പെടുത്തും. ബെഞ്ചമിൻ ഗിലെയാദ് സ്വന്തമാക്കും. ഹാലായിലുള്ള ഇസ്രായേല്യരായ പ്രവാസികൾ സരേഫാത്ത് വരെയുള്ള ഫെനീഷ്യ പ്രദേശം കൈവശമാക്കും. സേഫരാദിലുള്ള ജെറൂസലേമിലെ പ്രവാസികൾ നെഗബിന്റെ നഗരങ്ങൾ സ്വന്തമാക്കും. വിമോചകർ സിയോൻ മലയിൽ എത്തും. അവർ ഏസാവ് മലയെ ഭരിക്കും. ആധിപത്യം കർത്താവിൻ്റെതായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ചിതറിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ ദൈവം ഒരുമിച്ച് കൂട്ടുകയും കരുണാസമ്പന്നനായ കർത്താവ് തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഇസ്രായേലിനെ വീണ്ടെടുക്കുകയും ചെയ്യുമെന്നുള്ള രക്ഷയുടെ സന്ദേശം വിളംബരം ചെയ്യുകയാണ് ഒബാദിയ പ്രവാചകൻ. തങ്ങൾ വസിക്കുന്ന ഇടങ്ങളെല്ലാം തങ്ങളുടേതായി തീരുമെന്നും അങ്ങനെ കർത്താവിൻ്റെ ആധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുമെന്നും പ്രവാചകൻ പ്രത്യാശയോടെ ജനതയെ അറിയിക്കുകയാണ്. എല്ലാറ്റിൻ്റെയും അവസാനം കർത്താവിനായിരിക്കും. ആധിപത്യമെല്ലാം അവൻ്റെതാണ്. ആൽഫയും ഒമേഗയും, ആദ്യവും അന്ത്യവും, സകലത്തിൻ്റെ മേലുള്ള അധികാരവും കർത്താവിൻ്റെതാണ് എന്ന് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നു. നഷ്ടപ്പെട്ടു പോയ പ്രതാപങ്ങളെല്ലാം വീണ്ടെടുക്കാൻ, ഇസ്രായേലിന്റെ രക്ഷ വിളംബരം ചെയ്യാൻ ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനായിരുന്നു ഒബാദിയ. എല്ലാ തകർച്ചകളുടെയും ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് വിചാരിച്ചിരിക്കുന്ന ഇസ്രായേൽ ജനതയെ കൂട്ടിയിണക്കിയെടുക്കാൻ ദൈവത്തിന് കഴിയുമെന്നും പ്രത്യാശയോടെ ദൈവജനം മുന്നേറണമെന്നും ഒബാദിയ പ്രവാചകൻ വഴി ദൈവം അരുളി ചെയ്യുന്നു. ഇസ്രായേലിന്റെ രക്ഷ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ പ്രവാചകനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തക്കതായ വിശ്വാസത്തോടു കൂടെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് അവനോട് പക്ഷം ചേർന്ന് നമുക്ക് നിൽക്കാം. അന്തിമ വിജയം കർത്താവിൻ്റെതായിരിക്കും എന്നും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്നും നമുക്ക് ഇത്തരുണത്തിൽ ഓർമ്മിക്കാം. എല്ലാ മഴകളും തോരുമെന്നും എല്ലാ ദുഃഖങ്ങൾക്കും അറുതി ഉണ്ടാകുമെന്നും എല്ലാ സഹനങ്ങളുടെയും ഒടുവിൽ ഒരു ഉത്ഥാനമുണ്ടാകുമെന്നും ഉള്ള സാന്ത്വന സന്ദേശം നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ പ്രതാപവാനായ ദൈവത്തോട് ഒത്ത് നമ്മുടെ ജീവിതയാത്ര നമുക്ക് തുടരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാശയുടെ ഉറവിടമായ ദൈവമേ, ഞങ്ങളുടെ പീഡകളിലും സഹനങ്ങളിലും കൈപിടിക്കണമേ.
കർത്താവാണ് എൻ്റെ പ്രകാശവും രക്ഷയും എന്ന് സങ്കീർത്തകനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ എന്നെ ശക്തയാക്കണമേ. അങ്ങയുടെ രക്ഷയുടെ പാനപാത്രം എടുത്ത് അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.